ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ പാഠഭാഗം വിശദീകരണം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോക്കാം. റെഡിയാണോ? ഒന്നാമതായിട്ട് ഇവിടെ നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരം തിരിച്ച് പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ 2 ഭാഗമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ചിക്കൻ ബോക്സ്, കോളറ. ഓക്കെ, ഇവിടെ 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ്, കോളറ എന്നിങ്ങനെ എഴുതി കൊടുക്കാം. ഇനി പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, പിന്നെ കിഡ്നി സ്റ്റോൺ, തിമിരം. ഓക്കെ, കിഡ്നി സ്റ്റോണും തിമിരവും, പിന്നെ വേണമെങ്കിൽ ഹൈപ്പർ ടെൻഷന്, അപസ്മാരം, ആസ്മ, ഗ്യാസ് ട്രബിൾ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ 2 എണ്ണത്തിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം നിങ്ങൾ എഴുതുക. ഇനി മറ്റൊന്ന് നോക്കൂ. മറ്റൊന്ന് ഇവിടെ സൂക്ഷ്മജീവികൾക്കൊപ്പം എന്ന ഒരു പ്രവർത്തനമാണ്, എന്ന ഹെഡിങ്ങിലുള്ള പ്രവർത്തനമാണ്. സൂക്ഷ്മജീവികൾ വിഘടിച്ച് മണ്ണിൽ ലയിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ദോഷമാവ് പുളിക്കൽ. ഓക്കെ, ദോഷമാവ് പുളിക്കൽ, വസ്തുക്കളുടെ ജീർണനം, ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ നിർമ്മാണം. ഓക്കെ, ഇതും കൂടാതെ ചില വളങ്ങൾ വികസിപ്പിക്കാൻ. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. ഒന്നും കൂടെ പറയാം: ദോഷമാവ് പുളിക്കൽ, വസ്തുക്കളുടെ ജീർണനം, ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ നിർമ്മാണം, ചില വളങ്ങൾ വികസിപ്പിക്കാൻ. ഇനി നമ്മുടെ ആൻസേഴ്സ് മാത്രം നോക്കി പോവുകയാണ്. അടുത്തതെന്ന് പറയുന്നത് സൂക്ഷ്മജീവികളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എഴുതാനാണ്. അപ്പോൾ ഇവിടെ രോഗാണുവാഹകരിൽ നിന്നല്ലാത്തത് എന്ന ഹെഡിങ്ങിൽ മണ്ണിലൂടെ, വായുവിലൂടെ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ വായുവിലൂടെ എന്ന് കൊടുത്തതിൽ ക്ഷയം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ഷയം മാത്രം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തെഴുതാം? ക്ഷയം മാത്രമല്ല വായുവിലൂടെ വരുന്നത്, മീസിൽസ് എന്ന് എഴുതാം. ഓക്കെ, മീസിൽസ് എന്ന് എഴുതി കൊടുക്കാം. ഇനി ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വയറിളക്കം എന്ന് എഴുതി കൊടുക്കാം. ഇനി രോഗാണുവാഹകരിൽ നിന്ന് എന്നുള്ളിടത്ത് അവിടെ 2 എണ്ണത്തിലും 2 കോളത്തിലും ഒന്നും എഴുതിയിട്ടില്ല. ഒന്നിൽ നമുക്ക് കൊതുക് എന്ന് എഴുതാം. കൊതുകിലൂടെ പകരുന്നത് ഡെങ്കിപ്പനി കൊടുത്തിട്ടുണ്ട്. മന്ത്, ചിക്കൻ ഗുനിയ എന്നും കൂടെ എഴുതാം. മന്ത്, ചിക്കൻ ഗുനിയ. ഇനി കൊതുക് പോലെ തന്നെ അപകടകാരിയായ മറ്റൊരു രോഗാണുവാഹകരാണ് ഈച്ച എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈച്ച എന്ന് എഴുതി കൊടുക്കാം. ഈച്ച വഴി വരുന്നത് കോളറ. ഇനി മനുഷ്യൻ വഴി കുഷ്ഠം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെങ്കണ്ണ് എന്നും കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. കുഷ്ഠവും ചെങ്കണ്ണും. ഇനി പക്ഷികൾ വഴിയാണെങ്കിൽ ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് വരുന്ന ഒരു രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പക്ഷിപ്പനി എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷനും കൂടെ പോയി കാണണേ. ഇനി അടുത്തതായിട്ട് രോഗാണുവാഹകർ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പ്രവർത്തനമുണ്ട്: രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഈച്ചയാണെങ്കിൽ ഈച്ച എങ്ങനെയാണ് പെരുകുന്നത്? വിസർജ്യ വസ്തുക്കളിൽ നിന്നും മാലിന്യ കൂമ്പാരത്തിൽ നിന്നുമാണ്. വിസർജ്യ വസ്തുക്കളിൽ നിന്നും മാലിന്യ കൂമ്പാരത്തിൽ നിന്നും. കൊതുക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ഇനി എലിയാണെങ്കിൽ ഭക്ഷണ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിലെ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് സർവ്വസാധാരണയായിട്ട് എലികൾ കൂടുതൽ വളരുന്നതായിട്ട് കാണുന്നത്. എന്തൊക്കെയാണ്? ഭക്ഷണ മാലിന്യങ്ങൾ, കൃഷിസ്ഥലങ്ങളിലെ സ്റ്റോറുകൾ. ഇനി അടുത്തതായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറ്റും? ഡസ്റ്റ്ബിന്നുകൾ അടച്ചു സൂക്ഷിക്കുക. ഓക്കെ, ഡസ്റ്റ്ബിന്നുകൾ അടച്ചു സൂക്ഷിക്കുക. വീട് പരിസരം ശുചിയായി സൂക്ഷിക്കുക. ജലം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ഒന്നും കൂടെ പറയാം: ഡസ്റ്റ്ബിന്നുകൾ അടച്ചു സൂക്ഷിക്കുക, വീട് പരിസരം ശുചിയായി സൂക്ഷിക്കുക, ജലം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ സാധിക്കും.
ഇനി അടുത്തത് കൊതുകിനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. ഇവിടെ കൊതുകിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? കൊതുക് കടി ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൊതുക് തിരി, ചന്ദനത്തിരി പോലെയുള്ളവ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒന്നുകൂടെ പറയാം. കൊതുക് തിരി, ചന്ദനത്തിരി പോലുള്ളവ ഉപയോഗിക്കുക. കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് മാത്രമാണോ ഇന്ന് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ബാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? അല്ല. പക്ഷികളെ മാത്രം അല്ല, മനുഷ്യനെ മാത്രമൊന്നുമല്ല അല്ലേ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾ ജന്തുക്കളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പക്ഷികളാണെങ്കിൽ സാധാരണ പക്ഷിപ്പനിയാണ്. പശു, ആട് എന്നിവയിലാണെങ്കിൽ ആന്ത്രാക്സ് എന്ന രോഗമാണ്. നായ, പൂച്ച എന്നിവയാണെങ്കിൽ പേവിഷബാധയാണ്. വവ്വാലാണെങ്കിൽ നിപ്പയാണ്. കന്നുകാലികളാണെങ്കിൽ കുളമ്പ് രോഗമാണ്. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. പക്ഷികളിൽ പക്ഷിപ്പനി, പശു, ആട് എന്നിവയിൽ ആന്ത്രാക്സ്, നായ, പൂച്ച പേവിഷബാധ, വവ്വാല് നിപ്പ, കന്നുകാലികളാണെങ്കിൽ കുളമ്പ് രോഗം. ഇനി സസ്യങ്ങളുടെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ സസ്യങ്ങളിലും ഇതുപോലെ പകർച്ചവ്യാധികളുണ്ട്. തെങ്ങാണെങ്കിൽ കൂമ്പ് ചീയൽ, നെല്ല്, തവിട്ട് ഇലപ്പുള്ളി രോഗത്തിൻ്റെ പേരാണ്. പയർച്ചെടിയാണെങ്കിൽ മൊസൈക്ക് രോഗം. മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. വാഴക്കാണെങ്കിൽ കുറുനാമ്പ് രോഗം അല്ലെങ്കിൽ കൂമ്പടപ്പ് എന്നൊക്കെ പറയും. തക്കാളിയാണെങ്കിൽ വാട്ടരോഗം. പച്ചക്കറികളാണെങ്കിൽ പൂപ്പല്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സസ്യങ്ങളിലും ജന്തുക്കളിലും വരുന്ന പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഇനി ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നല്ലത് എന്ന് നോക്കാം. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ, അത് നല്ലതല്ല. അപ്പോൾ അവിടെ ക്രോസ് മാർക്ക് കൊടുക്കണം. ദിവസവും രാത്രി ആഹാര ശേഷം പല്ല് തേക്കാറുണ്ട്, അത് നല്ലതാണ്. ഇനി കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല, അത് നല്ല ശീലമല്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്, അത് നല്ല ശീലമാണ്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്, അത് നല്ലതല്ല, നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും. തുറന്നു വെച്ച് വിൽക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല, അതൊരു നല്ല സ്വഭാവമാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, അത് ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലതിന് മാത്രം നിങ്ങൾ ടിക്ക് കൊടുക്കുക. ഇനി വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നന്നായിട്ട് തയ്യാറാക്കുക, നല്ല ചിത്രമൊക്കെ വരയ്ക്കുക. ഇനി ഇവിടെ വാക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അവസാനത്തെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കാനാണ്. വാക്സിൻ്റെ പേര് പോളിയോ വാക്സിനാണ്. പ്രായം ഏത് പ്രായത്തിലാണ്? 6 മാസത്തിലൊക്കെയാണ്, നമ്മൾ 6 ആഴ്ചയിലാണ് കൊടുക്കാറ്. 6 ആഴ്ച എന്ന് എഴുതി കൊടുക്കുക. രോഗം പോളിയോ ആണ്. രണ്ടാമത്തെ ഒരു വാക്സിൻ്റെ പേര് പറയൂ കൂട്ടുകാരെ. രണ്ടാമത് നമുക്ക് PCG എന്ന വാക്സിൻ കൊടുക്കാം. പ്രായം ജനിച്ച ഉടനെയാണ്. രോഗം എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന്. ഇനി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സിലും 16 വയസ്സിലുമാണ്. ഓക്കെ, ഇത് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വാക്സിൻ്റെ പേരും കൂടെ എഴുതി കൊടുക്കാം. റോട്ടോ വൈറസ് വാക്സിൻ. ഓക്കെ, റോട്ടോ വൈറസ് വാക്സിൻ എന്ന് എഴുതി കൊടുക്കാം. അത് നമ്മൾ എടുക്കുന്നത് 14ാമത്തെ ആഴ്ചയിലാണ്. കൂട്ടുകാർക്ക് അത് അവിടെ നോക്കിയാൽ മനസ്സിലാവും. റോട്ടോ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത് അത് ഡയേറിയക്കാണ്. ഡയേറിയ എന്ന രോഗത്തിനുള്ള വാക്സിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നാടകം, പാവനാടകം, കാർട്ടൂണ്, പോസ്റ്റർ, ബോധവൽക്കരണം, സെമിനാർ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. എല്ലാ കൂട്ടുകാർക്കും എല്ലാതും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷനും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.